ഭയങ്കര പാങ്ങായിരുന്നു എനിക്ക് അറിയത്തില്ല ഈ സമയത്ത് പ്രാക്ടീസ്. നിങ്ങൾ പള്ളി വരാറില്ലേ മക്കളെ? അച്ഛന്റെ അറിയിപ്പൊന്നും കേൾക്കാറില്ലേ? ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാറുണ്ട്, പക്ഷെ അച്ഛന്റെ അറിയിപ്പ് കേട്ടിട്ടില്ല. എന്താ അച്ഛൻ ഇപ്പൊ അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ കാറിലങ്ങ് പോയെന്ന് ഞാൻ കണ്ടു. നിങ്ങൾ അച്ഛനോട് ചോദിച്ചാൽ മതി എന്താ പറഞ്ഞെന്നൊക്കെ. അപ്പൊ അച്ഛൻ നിങ്ങളോട് എല്ലാം പറഞ്ഞു തരും. നിങ്ങൾ വേഗം ചെല്ലു. ഓക്കെ സാർ. അച്ഛനെ പള്ളിമുറ്റത്തൊന്നും കാണുന്നില്ല. പള്ളിമുറി കാണോ അതോ പള്ളിയിൽ കാണുമോ? അച്ഛൻ അച്ഛനെ കണ്ടായിരുന്നു? ഇല്ലല്ലോ, എവിടെയും കണ്ടില്ല. ഇതോ? അപ്പൊ നീ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം പള്ളി വിളിച്ചു പറഞ്ഞൊന്നും കേട്ടില്ലേ? ആ എടാ, അച്ഛൻ ആ പള്ളിമുറിയിലുണ്ട്. നീ അച്ഛനോട് വിളിച്ചു കേട്ടോ. അച്ഛനെ ഇവിടെ ഉണ്ട്. എന്താണ് വിഷയങ്ങളൊക്കെ? ചെറിയ സംശയം എന്തായിരുന്നു? നമ്മുടെ LP സ്കൂളിലെ മാറങ്ങൾ നടക്കുമായിരുന്നു. പിന്നെ പള്ളി വന്നപ്പം പള്ളിയിൽ പാട്ടിന്റെ മനസ്സിലായില്ല. ഞങ്ങള് കാര്യം മേലുമായിട്ട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അച്ഛനോട് ചോദിക്കാനായിരുന്നു. ഒന്നുമില്ല മക്കളെ, അതായത് നമുക്കറിയാം നമ്മുടെ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ട് 400 വർഷം നമ്മുടെ ജൂബിലിയുടെ കടന്നുപോയാണ്, ചതുർശതാബ്ദി. അപ്പം ഈ ചതുർശതാബ്ദിയിൽ ഒത്തിരിയേറെ പരിപാടികൾ നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികൾ ഒന്നാണ് നമ്മുടെ ഇടവക ദിനം. അത് ഈ വരുന്ന ഞായറാഴ്ച ജൂൺ മാസം 8-ാം തീയതിയാണ്. അപ്പൊ അത് നമ്മള് രാവിലെ തൊട്ട് നമ്മളതിന്റെ പരിപാടി ആരംഭിക്കുകയാണ്. ഇടവക ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവജനങ്ങളെല്ലാം ഒരുമിച്ച് അന്ന് ഈ ദേവാലയത്തിൽ കൂടുകയാണ്. കുഞ്ഞു തൊട്ട് ഏറ്റവും മുതിർന്നവർ വരെ എല്ലാവരും ഒരുമിച്ച് കൂടിയാണ്. ഒരുമിച്ച് ഒരു അത്താഴം ചുറ്റുമിരുന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുന്നു. ഒരുമിച്ച് അവര് ഫുഡ് ഉണ്ടാക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു. വിവിധ കലാപരിപാടികളിലൂടെ കടന്നു പോകുന്നു, സൗഹൃദങ്ങൾ പുതുക്കുന്നു, ബന്ധങ്ങൾ പുതുക്കുന്നു. അങ്ങനെ ഈ ഇടവഴിയാകുന്ന കുടുംബത്തെ ഒരൊറ്റ ചരടിൽ കൂട്ടി യോജിപ്പിക്കുന്ന ദിനമാണ് ഇടവഴി ദിനം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള റിഹേഴ്സലും പ്രാക്ടീസ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടവക്കാരെല്ലാം ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കും. ഇപ്രാവശ്യം ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പിടിയും പോത്തും അത് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഉണ്ടാക്കിയാണ് ഇടവജനം മുഴുവൻ. പിന്നെ എന്താ പറയുക, വിശുദ്ധ ഖുർആൻ അർപ്പിക്കുന്നു. പിന്നെ വിവിധങ്ങളായ കുറച്ച് പ്രോഗ്രാമുകൾ. ഇതൊക്കെയാണ് ഇടവകയുടെ ഒരു ഉത്സവമായിട്ട് മാറുകയാണ് ഈ നമ്മുടെ ഇടവക ദിനം എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും മനോഹരമാക്കുക എന്ന് പറയുന്നത്. നിൽക്കുന്ന ബിബീഷാ നിൽക്കുന്നത്. യെസ്, നമുക്ക് അങ്ങ് പോകും. പ്രിയ ഇടവകജനമേ, നമ്മുടെ ചതുർശതാബ്ദിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഇടവക ദിനം അടുത്ത ഞായറാഴ്ച 8-ാം തീയതി ആഘോഷിക്കുകയാണല്ലോ. ഇവിടെ അണിയറ പ്രവർത്തകരെല്ലാം സജ്ജമാണ്. നിങ്ങളെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അൻപിനോടെ ബാവാ തന്റെ മനോഗുണമതിനാലെ ഇമ്പമോടെ വസിച്ചിടും പുന്നത്തുറയിൽ, മെയ്യെ ഇമ്പമോടെ വസിച്ചിടും പുന്നത്തുറയിൽ, ഇമ്പമോടെ വസിച്ചിടും മുമ്പനായ മാർത്തോമാനെ അൻപിനോടെ ഞങ്ങളിതാ കുമ്പിട്ടിടുന്നു, മെയ്യെ